പ്രതി രാജൻ ചെയ്ത കുറ്റം തെളിയിക്കാൻ ഇനിയും സാക്ഷിവിസ്താരം ആവശ്യമാണെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി മുഖവിലക്കെടുക്കുന്നു. എന്നാൽ ആ കാരണത്താൽ വിചാരണ തീരും വരെ ഒരാളെ തടവിൽ പാർപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന ബോധ്യത്തിൽ പ്രതി രാജന് ഈ കോടതി ഇതിനാൽ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ആരായാള്? ഞാൻ ലിബി, ലാൻഡളിയനാ, ലിബി അളിയൻ. ഒരു 3000 രൂപ പിഴ അടച്ചോളൂ. കോടതി പിരിയും വരെ ഇവിടെ കൈയും കെട്ടി മിണ്ടാ നിൽക്കട്ടെ. പിന്നെ ഇപ്പൊ ജാമ്യം കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പുറത്തിറങ്ങി വേറെ ഏടാകൂടങ്ങൾക്കൊന്നും നിൽക്കണ്ടേ. ഞാൻ അവക പരിപാടി എല്ലാം നിർത്തി സാറേ. നന്നായി. ഇപ്പൊ എനിക്കൊരു ലക്ഷ്യമുണ്ടല്ലോ. ഇതുവരെ ജീവിച്ച ജീവിതം അല്ല ശരിയെന്ന് പഠിപ്പിച്ച പെണ്ണില്ലേ, എനിക്ക് അവളൊന്ന് കണ്ടുപിടിക്കണം സാറേ. ഏത് ആ കത്തോ? നിങ്ങൾ ഓഫീസിൽ ചെന്ന് ഇയാളുടെ ബാക്കി ഫീസ് എത്രയെന്ന് നോക്കി വെക്കും. ആ കത്ത് ഇപ്പോഴും വരാറുണ്ടോ? പിന്നെ ഒന്നരടം വന്നോണ്ടിരിക്കല്ലേ. ഇപ്പൊ മൊത്തം 6 കത്തുണ്ട് എന്റെ. അത് കൊള്ളാലോ. കക്ഷിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാമോ? വന്ന കത്തോളിന്ന് കക്ഷി ഒന്ന് കെട്ടിയതാന്ന് മനസ്സിലായി. അയ്യോ. പക്ഷെ അത് സാരമില്ല സാറേ, ഞാൻ ഫ്രഷ് പീസ് ഒന്നുമല്ലല്ലോ. അതെന്നെ. പിന്നെ നീ അവളെ അന്വേഷിച്ചിങ്ങനെ പുറകെ നടക്കുന്ന അവളുടെ ഭർത്താവ് അങ്ങനെ അറിഞ്ഞ പുലിവാലാവില്ലടാ. എന്തൊട്ട് പുലിവാല സാറേ, ഞാൻ അവനെ അങ്ങോട്ട് തട്ടിയാകളെ. പിന്നെ കേസല്ലേ, അത് സാറ് നോക്കൂലോ അല്ലേ? നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? പിന്നെ ഞാൻ എന്തൊട്ട് ചെയ്യണ്ടേ സാറ് പറ. നീ ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങി വേറെ കുഴപ്പത്തിലൊന്നും നിൽക്കണ്ട. ഇനി അഥവാ നീ അവൾ ആദ്യമായിട്ട് കാണുമ്പോ നിനക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നിയാ വിളിച്ചിറക്കി കൊണ്ടുപോടാ. നിനക്ക് ഡിവോഴ്സ് ഞാൻ മേടിച്ചു തരും. അങ്ങനൊരു വഴിയുണ്ടല്ലേ? പിന്നല്ലാതെ. ബുദ്ധി ഇല്ലാത്തോണ്ട് ഞാനത് ഓർത്തില്ല സാറേ. ഞാൻ അവളെ കണ്ടുപിടിച്ച ആ നിമിഷ സാറിനെ വിളിക്കും. എന്നിട്ട് സാറിന്റെ മുന്നിലാ കൊണ്ടവളെ നിർത്തി തരും. ബാക്കി കാര്യം സാറ് നോക്കണം. ഓക്കേ. എത്രയും പെട്ടെന്ന് അവൾ ആ വൃത്തികെട്ട ഭർത്താവിൽ നിന്ന് മോചിതയായി നിന്റെ ഭാര്യയായിട്ട് നീണാൾ വാഴട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് സാറേ. വർഷങ്ങളായി നെയ്തെടുത്ത വലയിലേക്ക് ഞാൻ നിങ്ങളെ ആവാഹിച്ചു വരുത്തുകയായിരുന്നു. അത്ര വേഗം കെട്ടുപൊട്ടിച്ച് ഓടി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമോ? അവളുടെ തുളച്ചു കയറുന്ന കണ്ണുകളെ നേരിടാനാകാതെ അയാൾ കുഴങ്ങി. ദേവി അതേ സ്വരത്തിൽ തുടർന്നു. ഒന്നോർത്തോളൂ, നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. എൻ്റെ കയ്യിലെ 5 വിരലുകളാണ്. വലയുടെ കെട്ട് ഞാൻ അയച്ചുവിടാതെ നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ കഴിയില്ല. ഞാനതൊട്ട് ചെയ്യാനും പോകുന്നില്ല. രാജ്, അതെ, നിങ്ങൾക്കെന്നെ അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. എനിക്ക് അകത്തേക്ക് വരാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇനി എന്തിനു അനുവാദം ചോദിക്കണമല്ലേ? എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അതിന് ഞാൻ നിങ്ങളെ കാണാൻ മാത്രമാണ് വന്നത്. അല്ല, വീട്ടിൽ വന്ന ഒരാളോട് ഒന്നും ഇരിക്കാൻ പോലും പറഞ്ഞില്ല. രാജ് പ്ലീസ്, ഇവിടെ ആരുമില്ല. നിങ്ങൾ പുറത്തു പോകണം. അത് ശരി, വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോൾ പുറത്തു പോകണമെന്നോ? എന്താണ് ഈ പറയുന്നത്? ദാവീദ് ബത്ശേബയോട് പറഞ്ഞത് ഞാനൊന്ന് ആവർത്തിച്ചോട്ടെ. പ്രേമം ഒരുവനെ ചെറുതാക്കുമെങ്കിൽ ഞാനൊരു മണൽത്തരിയോളം ആയിക്കൊള്ളട്ടെ. രാജ്, ഞാൻ യെസ്, സംശയിക്കേണ്ട. നിങ്ങൾ കത്തുകൾ അയച്ചുകൊണ്ടിരുന്ന രാജ് തന്നെയാണ് ഞാൻ. നിങ്ങൾ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത, കത്തുകളിലൂടെ മാത്രം സ്നേഹിച്ച രാജ് മേനൻ. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇങ്ങോട്ട് വരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. പ്ലീസ്, എന്റെ ഭർത്താവ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോണം. പ്ലീസ്. അയ്യോ, മനോജ് ആയിരിക്കും. ചെന്ന് വാതിൽ തുറക്ക്. ഭാവന. രാജ് പ്ലീസ്. പ്ലീസ്, പേടിക്കാതെ ചെല്ലു, ഒന്നും സംഭവിക്കില്ല. ഭാവന, ഭാവന, ഭാവന തുറന്നേ. നീ ആരോടാ സംസാരിച്ചോണ്ടിരുന്നത്? ഞാനോ? ആ,
അല്ല നീ ആരോടോ സംസാരിക്കുന്ന പോലെ പുറത്തുനിന്ന് എനിക്ക് തോന്നിയായിരുന്നല്ലോ. അതൊന്നുമില്ല, വെറുതെ പുസ്തകം വായിച്ചതാ. ഇത്ര ഉറക്കിയോ? മനോജ് എന്നെ ഫ്രഷ് ആയിട്ട് വരൂ, ഞാൻ ഫോട്ടോ എടുക്കാം. ആ പോ. മായ, രാജ്, രാജ്, ദേവി ഇത് ഇവിടുന്ന് പോ. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പ്ലീസ്, എന്റെ ജീവിതം നശിപ്പിക്കരുത് രാജ്. ഹേയ്, നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ ഭർത്താവിനോട് ഞാൻ സംസാരിക്കാം. നോ, വിളിക്കേ. നോ രാജ്, പ്ലീസ്. മനോജിന് ഇതൊന്നും അറിയില്ല. പ്ലീസ് രാജ്, എന്നോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകണം. പ്ലീസ്, നിങ്ങൾ എന്നും എൻ്റെ ഉള്ളിലുണ്ടാവും. ദേവി ഇതിപ്പോ പോ. ശരി, ഞാൻ ഇപ്പൊ പോകാം. പക്ഷേ ഇനിയും വരും. കാരണം എന്റെ മനസ്സിൽ നിന്ന് ഇനി നീ ഇല്ലാതാവില്ല. നോ രാജ്, നോ രാജ്, വേണ്ട പ്ലീസ്. ഓ, ഓക്കെ ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. ഞാൻ മറ്റൊരിക്കൽ വരാം. വരട്ടെ. ഒറ്റയ്ക്ക് സംസാരിക്കുക എന്നത് അത്ര സീരിയസ് ആയി കാണേണ്ട അസുഖമൊന്നുമല്ല. ഞാനും മനോജും അടക്കം മിക്കവാറും എല്ലാ മനുഷ്യരും എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരാൾ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ പെരുമാറുമ്പോഴോ, പറയുന്നത് മുഴുവൻ മുന്നിൽ മറ്റാർക്കും കാണാൻ കഴിയാതെ നിൽക്കുന്ന ആ അരൂപിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പോലെ ആകുമ്പോഴോ? സത്യമാണ് ഡോക്ടർ, ആ സമയത്ത് ഒരുമാതിരി മോണോ ആക്ട് കാണിക്കുന്ന പോലെയായിരുന്നു ഭാവനയുടെ പെരുമാറ്റം. അതിനുശേഷം വളരെ സാധാരണം, അങ്ങനൊരു സംഗതിയെ നടന്നിട്ടില്ല എന്നുള്ള മട്ട. ഒരിക്കൽ രഹസ്യമായിട്ട് ഞാൻ അവളൊരു ഡോക്ടറെ കാണിക്കാൻ ശ്രമിച്ചതാ. പക്ഷേ ഡോക്ടറുടെ മുമ്പിൽ വെച്ച് അവളെയാണ് ചികിത്സിക്കാൻ പോകുന്നത് മനസ്സിലായപ്പോ അവളാകെ വയലന്റായിട്ട് ഇറങ്ങിപ്പോയി. നിങ്ങൾ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് എങ്ങനെയാ? എത്ര നാളായി കാണും? മകള് മരിച്ചതിന് ശേഷം. അതിനുശേഷം മിസ്സിസ് ഇങ്ങനെയായിരുന്നോ എപ്പോഴും? അല്ല ഡോക്ടർ, ആദ്യമൊന്നും അവൾ ആരോടും മിണ്ടുമായിരുന്നില്ല. പിന്നെ വല്ലപ്പോഴും ഫോണിലൂടെ സംസാരിച്ചിരുന്നത് അവളുടെ ഒരു കൂട്ടുകാരിയോട് മാത്രമായിരുന്നു. അപ്പം മാത്രമാണ് ഞാൻ അവളെ ഇത്തിരിയെങ്കിലും സന്തോഷത്തോടെ കണ്ടിട്ടുള്ളത്. പിന്നെ പിന്നെ ആ വിളികളും ഇല്ലാതായി. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്നു മുതൽ നിങ്ങൾ തികച്ചും സാധാരണ മട്ടിൽ ഭാര്യയോട് ഇടപഴകണം. ഐ മീൻ, വിവാഹം കഴിച്ച സമയത്ത് എത്രത്തോളം സ്നേഹത്തോടും ആഗ്രഹത്തോടും കൂടിയാണോ അവരോട് നിങ്ങൾ പെരുമാറിയിരുന്നത്, അതേ ഇൻറ്റൻസിറ്റിയോടെ. എന്നിട്ട് നമുക്ക് നോക്കാം. കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് 3 പേർക്കും കൂടെ ഒരു മീറ്റിംഗ് വേണം. ഒരു ഡോക്ടറായിട്ട് വേണ്ട, ഒരു സുഹൃത്തായിട്ട് കണ്ടാൽ മതി.